ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. വേറെ എങ്ങും പോകാൻ വേണ്ടിയിട്ടല്ല, ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോകായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് അങ്ങ് എടുത്താൽ എന്താന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വാ. ഫസ്റ്റ് ഞാൻ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്ടോ കാലമേന്റെ ഈ ഒരു വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? 25 വൈപ്സ് ഉണ്ട്. അലോവേര ഒക്കെ അടങ്ങിയിട്ടുള്ള, അലോവേര വിത്ത് കുക്കുംബർ, വിറ്റാമിൻ ഇ ഒക്കെ ഉള്ളതാണ്. കുക്കുംബർ നോക്കി ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഓപ്പൺ പോസ് ഉണ്ട്. അപ്പോൾ കുക്കുംബർ ഓപ്പൺ പോസിന് നല്ലതാണ്. അപ്പോൾ അത് നോക്കി ഞാൻ എടുത്തതാണ്. അപ്പോൾ വെറ്റ് വൈപ്സ് ഇട്ടിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അടുത്തത് നമ്മൾ ടോണറാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൽഫ് ഗുഡ്നസിന്റെ ടോണറായിരുന്നു. പക്ഷെ അത് എപ്പോഴും പർപ്പിളിൽ സോൾഡ് ഔട്ട് ആണ് കേട്ടോ. അത് പക്ഷെ നല്ല ടോണറാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ സ്കിന്നിന് നല്ല സ്യൂട്ടായ ടോണറായിരുന്നു. പിന്നെ ഞാനത് എൻ്റെ ചേച്ചിക്ക്, അതായത് എൻ്റെ കസിൻ ചേച്ചിക്ക്, ടെസ്റ്റ് ചേച്ചിക്ക് ഇതുപോലെ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും വാങ്ങിക്കുമായിരുന്നു. ഇപ്പം സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ചേച്ചി വാങ്ങുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, ചേച്ചി ഇതുപോലെ എത്ര നോക്കിയിട്ടും അത് കിട്ടുന്നില്ല, സോൾഡ് ഔട്ട്. അപ്പോൾ ചേച്ചിയുടെ കയ്യിലിരുന്ന് ഇച്ചിരിയും ആ ഒരു ടോണർ എനിക്ക് തന്നു വിട്ടു. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അത് സ്പ്രേ ആയത് കാരണം തന്നെ നമ്മൾ അടിക്കുമ്പോൾ തീരത്തില്ല, അതിന് ഞാൻ മാറ്റി വെച്ചേക്കുക. എപ്പോഴും സോൾഡ് ഔട്ടാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ റൗണ്ട് ലാബിൻ്റെ ഈ ഒരു ടോണർ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതും അതും മാറി മാറിയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മറ്റേ ആൽഗുഡസിൻ്റെ കിട്ടാത്തത് കാരണം ഇപ്പം എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ ഒന്ന് ഫേസിൽ ഇട്ട് കൊടുക്കുക. ഇതും നല്ല ടോണറാണ് കേട്ടോ. ഇത് കൊറിയൻ ഒരു സ്കിൻ ടൈപ്പ് വരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ റേറ്റ് ഇച്ചിരി ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും വാങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല ടോണറാണ് കേട്ടോ. എൻ്റെ ആൽഫ് ഗുഡ്നസിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടോണറായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്ലമ്മിൻ്റെ ഒരു ടോണർ വാങ്ങിച്ചിട്ട് അതെനിക്ക് സ്യൂട്ട് ആയതേ ഇല്ല. എൻ്റെ സ്കിന്നിലൊക്കെ പിമ്പിൾസ് വന്നിട്ട് പ്ലമ്മിൻ്റെ ടോണറും അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ സെറവും ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിലെല്ലാം പിമ്പിൾസ് വന്നു. പിന്നെന്തെടുത്ത് ഞാൻ അതങ്ങ് നിർത്തി. ആ 2 ബോട്ടിൽ കോംബോ ആയിട്ടുള്ളത് വാങ്ങിയതാണ് ഞാൻ. കോംബോ ബോട്ടിൽ വാങ്ങിയിട്ട് രണ്ടും അതുപോലെ അവിടെ ഇരിക്കുക. അപ്പോൾ ടോണർ ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് സെറം അപ്ലൈ ചെയ്യാം. സെറം ഞാൻ എന്താ ഈ ഒരു ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് എൻ്റെ സ്കിന്നിന് നല്ല രീതിയിലൊരു ചേഞ്ച് കൊണ്ടുതന്നൊരു സെറമാണ് ഇത്. കാരണം എൻ്റെ സ്കിന്നിലെ പിമ്പിൾസ് വന്ന മാർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറെക്കുറെ പോകാൻ സഹായിച്ചത് ഈ ഒരു സെറം കൂടിയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റും എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ പ്രൊഡക്റ്റുകളാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ഞാൻ എപ്പോഴും അങ്ങനെ മാറി മാറി പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് പേടിയുള്ള കൂട്ടത്തിലാണ്, സ്കിന്നിൽ എന്തെങ്കിലും വരുമോ എന്നുള്ള പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും എപ്പോഴും മാറ്റി യൂസ് ചെയ്യത്തില്ല. വല്ലപ്പോഴും മാറ്റി യൂസ് ചെയ്യും, അത് പണിയും കിട്ടും. സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആവാനൊക്കെ ഈ ഒരു സെറം നല്ലതാണ് കേട്ടോ. നൈറ്റൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സെറം ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്നൈലിൻ്റെ എസെൻസ് ആണ് കേട്ടോ. ഇത് ഞാനിപ്പം 1 മാസത്തോളമായി. ഞാൻ ഇത് വാങ്ങിച്ചപ്പം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെത്ര 1100 സംതിങ് എന്തോ ഇതിൻ്റെ റേറ്റ്. എനിക്കെന്തോ ഇത് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്. ഇത്രയും ഞാൻ യൂസ് ചെയ്ത് ഇത് പെട്ടെന്ന് അങ്ങനെ തീരത്തില്ല. 2 ഡ്രോപ്പ് എടുത്താൽ മതി നമ്മുടെ ഫേസിലേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു എസെൻസ്. ഞാൻ എങ്ങും പോവാത്തത് കൊണ്ട് ഓരോന്ന് പെട്ടെന്ന് ഇടുക കേട്ടോ. എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം മറ്റേ ടോണർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സെറം ഇടുന്നത്. സെറം ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഈ എസെൻസ് ഇടുന്നത്. ഇപ്പം ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം
പെട്ടെന്ന് എല്ലാം ഇട്ട് പോവുകയാണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് സ്കിന്നിലാവുന്നതിന് മുമ്പ് അടുത്തത് എടുത്ത് ഇടുവാണല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഇത് ഞാൻ അടുപ്പിച്ചിടുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരത്തില്ല. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് എങ്ങനെ ഇട്ടാലും എനിക്കൊരു കുഴപ്പവും വരത്തില്ല. പിന്നെ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ആണ് കേട്ടോ. ഒരു ലൈറ്റ് മോയ്സ്ചറൈസറാണ് നമ്മുടെ ഈ പോൺസിൻ്റെ ഈ ഒരു ക്രീം. കുറച്ച് സൺസ്ക്രീൻ ഇടാം. ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ നേരത്തെ മുതലേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം എങ്ങും പോകുന്നില്ലല്ലോ. അപ്പം കുറച്ചിടും. ഇനി അടുത്തത് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മമാർത്തിൻ്റെ ടിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ. മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ഈ പ്രൊഡക്റ്റൊക്കെ അടിപൊളിയാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ ഒരു ലിപ് ബാം ആണെങ്കിലും പിന്നെ ഞാനിപ്പം ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഏതാ ഷെയ്ഡ്. ഞാൻ അതിനായിട്ട് തനിയെ ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട്. മാമാർത്തിൻ്റെ കുറച്ച് പൈസ കൊടുത്താലും നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടും. ഇനി അടുത്തത് കുറച്ച് പ്രൈമർ ഇടാം. എൻ്റെ പ്രൈമറൊക്കെ തീർന്നു. ഞാൻ അന്ന് ആദ്യമായിട്ട് ആ പ്രൈമർ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെറുതാണ് വാങ്ങിച്ചത്. അറിയത്തില്ലല്ലോ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതെനിക്ക് പിടിക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ പോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം കുറച്ച് പ്രൈമർ ഇട്ട് കൊടുക്കാം. എനിക്ക് പോസ് ഉള്ളത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. പ്രൈമർ ഇട്ട് കൊടുത്തു. ദെൻ നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, ഈ ഒരു സംഭവമാണ് കേട്ടോ. SPF 30 ഒക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് എവിടെയാണ് നോക്കുക. ഇതിൻ്റെ ഷെയ്ഡ് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, പക്ഷേ ഷെയ്ഡ് എനിക്ക് അറിയത്തില്ല കേട്ടോ. അലോവേര, വിറ്റാമിൻ സി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും നേരത്തെ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുന്ന ഒരു ഫീലേ ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തേക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഇങ്ങനെ നമ്മൾ ഒരുമാതിരി പുട്ടിയിടത്തില്ലേ, ആ ഒരു ടൈപ്പ് ഇരിക്കും. പക്ഷേ നമ്മൾ നന്നായിട്ട് സ്കിന്നുമായിട്ട് മസാജ് ചെയ്ത് ഇതാക്കുമ്പോഴത്തേക്കിനും പോലൊന്നും ഇരിക്കത്തില്ല, പുട്ടി പോലൊന്നും ഇരിക്കത്തില്ല. ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്, പക്ഷേ എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം കൈ വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന കേട്ടോ. എനിക്കിപ്പോൾ പോലെ ഇരിക്കുന്നെങ്കിലും ഗൈസ് ഇത് ഞാൻ മസാജ് ചെയ്ത് അത് ശരിയാക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. ഇതെൻ്റെ സ്കിന്നിന് ചേർന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. കുറച്ച് മസാജ് ചെയ്തൊന്ന് സെറ്റാക്കണം. ഞാനിങ്ങനെ മുറുക്കിയൊന്നും അല്ല കേട്ടോ മസാജ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് പെയ്യും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഹാർഡായിട്ടാണ് ചെയ്യുന്നതെന്ന്. ഐ നോ ഗൈസ്, സ്കിന്നിൽ നമ്മൾ ഹാർഡായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പതിയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്ട്രോബ് ക്രീമാണ്. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സ്ട്രോബ് ക്രീമാണ് കേട്ടോ, എൻവൈബയുടെ പിങ്ക് ഷെയ്ഡ്. ഇത് അടിപൊളിയാണ്. പക്ഷേ ഇത് ഒരു സാഷേ പാക്ക് പോലത്തെ, ഇതിൻ്റെ അകത്ത് അധികം ഇല്ല, എളുപ്പം തീരും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീമാണ് കേട്ടോ. ഇത് നല്ലതാണ്. ഫസ്റ്റ് ഞാൻ ഇത് ഇട്ടപ്പോഴത്തേക്കിനും സത്യം പറയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. കാരണം ഞാൻ ഈ ഒരു സ്ട്രോബ് ക്രീം യൂസ് ചെയ്ത് എനിക്ക് അതിനോടായി ഭയങ്കര ഇഷ്ടം. ഇതെനിക്ക് ആദ്യം ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടതേ ഇല്ല. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം ഇത് തനിയെ ഇങ്ങനെ ഇടും. ചില സമയം മറ്റേ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തു ഇടും. അപ്പം അങ്ങനെ ഇട്ടപ്പോഴത്തേക്കിനും എനിക്കിഷ്ടപ്പെട്ടു. ഇതാകുമ്പം അത്യാവശ്യം കുറേ നാൾ നിൽക്കുകയും ചെയ്യും. മറ്റേത് പെട്ടെന്ന് തീരും. എന്നിട്ട് ഇതൂടെ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു പുട്ടിയിട്ട ഫീൽ അങ്ങ് പോകും.
വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. റീപർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന പുതിയതായിട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റുകളിൽ 2 എണ്ണമാണ്. ഈ ഒരു ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമും പിന്നെ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനും. പേഴ്സണലി ഞാനൊരു കാര്യം പറയുമ്പോൾ എനിക്ക് കൺസീലർ ഇടുന്ന ഇഷ്ടമല്ല. കൺസീലർ ഇടുമ്പോഴത്തേക്കിനും എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നീറും. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കൺസീലർ മസ്കാര ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ആ കൺസീലർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. അന്ന് വാങ്ങിച്ച് അന്നൊരു വീഡിയോ എടുത്തപ്പോൾ ഇട്ടതല്ലാതെ കൺസീലർ ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തേ ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറും വലുതായിട്ട് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പം എന്തായാലും വീഡിയോ എടുക്കാൻ പോവല്ലേ, ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ കോമ്പാക്ട് പൗഡർ ഇടുന്നത്. എനിക്ക് ഇതിൻ്റെ ആ ഒരു ബ്രഷ് വെച്ച് ഇടുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കോമ്പാക്ട് പൗഡർ ഇടുന്നത്. അയ്യോ, ഒരു കാര്യം മറന്നു, ബ്ലഷ് ഇട്ടില്ല. ബ്ലഷ് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഞാനത് തുടച്ച് കളയും. എപ്പോഴും അതുപോലെ തന്നെ എനിക്ക് കോമ്പാക്ട് പൗഡറിനോട് വലിയ താല്പര്യമില്ല. ബ്ലഷ് ഇടാം. അന്ന് വാങ്ങിച്ച ബാഗ്, ഇതിൻ്റെ അകത്താണ് ഞാൻ ഇങ്ങനത്തെ സംഭവം ബ്ലഷ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ബ്ലഷ് ഇടാം. ഇത് സ്മിത്തണിയിൽ നിന്ന് എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബ്ലഷ്. വീഡിയോയിൽ കുറച്ച് ചുമന്നിരിക്കട്ടെ. എവിടെയെങ്കിലും പോകുമ്പോഴും ഞാൻ ബ്ലഷ് ഇടും കേട്ടോ, പക്ഷെ ഇത്രയും കൂടുതൽ ഇടത്തില്ല. ഞാൻ ബ്ലഷ് ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇവിടെയാണ് കേട്ടോ. തോന്നിയാൽ ഇവിടെ ഇടും. എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഇവിടെ രണ്ടും ഇടാൻ. അപ്പം നമ്മുടെ ഫേസിലെ ആ ഒരു ഇടേണ്ട സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് കണ്ണെഴുതണം. മാമാർത്തിൻ്റെ ഈ കാജൽ വെച്ചിട്ട് എഴുതാം. ഇപ്രാവശ്യത്തെ മാമാർത്തിൻ്റെ കാജലിന് കറുപ്പേ ഇല്ല. അതെന്താണാവോ? കാജൽ എഴുതി കൊടുത്തു. ഇനി അടുത്തത് ഐലൈനറാണ് ഗൈസ്. കുറച്ച് ടാസ്ക്. ഐലൈനർ ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നെനിക്കൊരു ഡൗട്ട്. നോക്കാം. ഞാനേ ഒരിടയ്ക്ക് നല്ല ഈ ഇട കൊണ്ട് ഐലൈനർ എഴുതൊക്കെ അങ്ങ് നിർത്തിയായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. മടിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഐലൈനർ എഴുതത്തേ ഇല്ലായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഐലൈനർ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. എഴുതിയപ്പോഴേ കണ്ണിനെന്തോ ഭാരമുള്ള പോലെ. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയും ഐലൈനർ എഴുതണമെന്ന്. കാരണം വല്ലപ്പോഴും എഴുതി കഴിഞ്ഞാലേ ഇങ്ങനെ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണെഴുതുമല്ലോ. അപ്പം നമ്മുടെ ആ ഒരു ഫങ്ഷൻ്റെ മൂടേ പോവില്ലേ തലവേദന എടുത്താൽ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും കണ്ണെഴുതും. കണ്ണെഴുതി ഇനി അടുത്ത് നമുക്ക് പൊട്ട് തൊടാം. പൊട്ട് ഈ ഒരു ഐടെക്സിൻ്റെ ചെറിയ കറുത്ത പൊട്ടാണ് കേട്ടോ ഞാൻ തൊടുന്നത്. എനിക്കിതാ ഇഷ്ടം. ഞാൻ പണ്ട് പോലെ ഈ ഒരു പൊട്ട ഉപയോഗിക്കുന്നത്. പൊട്ടുകൂടെ തൊട്ടു. ഇനി അടുത്തതുണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് മറന്നുപോയി. ലിപ്സ്റ്റിക്ക് ഞാൻ ഈ ഒരു മമാഅർത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 01 റൂബി ക്രഷ് ഇതാണ് ഷെയ്ഡ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല്ലിരുന്ന് വല്ലാണ്ട് ചിലയ്ക്കുന്നു ഗൈസ്. പല്ലേ നിർത്തി.
ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഇനിയും ഇത് തീർന്നാലും ഈ ലിപ്സ്റ്റിക്ക് തന്നെ ആകും. പിന്നെ വേറെയൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ അറിയത്തുള്ളൂ നല്ലതാണോ അല്ലയോ എന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്കെന്തോ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, മാർസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും എനിക്കിഷ്ടം ഈ മമാർത്തിൻ്റെ. എനിക്കറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. നല്ല ലിപ്സ്റ്റിക്കായിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ റെഡ് കളർ ആണെങ്കിൽ പോലും കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതായിട്ടിരിക്കും. ഇനി എന്തുവാ, എനിക്ക് ലിപ് ലൈനർ ഇല്ല ഗൈസ്. സോറി, എനിക്ക് ലിപ് ലൈനർ ഇല്ല ഗൈസ്. ലിപ് ലൈനർ എൻ്റെ ഉണ്ടായിരുന്നു, അത് എവിടെയോ മിസ്സായിപ്പോയി. അപ്പം നമ്മൾ ഒരുക്കമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഇനിയും ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി. വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇത് സെറ്റിംഗ് സ്പ്രേ, ഫേസസ് കാനഡയുടെ ആണ് കേട്ടോ. ഈ ഒരു സെറ്റിംഗ് സ്പ്രേ അതുകൂടെ അടിക്കാം. സെറ്റിംഗ് സ്പ്രേയും അടിച്ചു. ഇനി അടുത്ത ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി വരാം. ഗായ്സ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഇത് വെഡ്സ് ഇന്ത്യയിൽ നിന്ന് എടുത്താണ് കേട്ടോ. എനിക്കും ചേച്ചിക്കും ഒരുപോലെ, ഇതുവരെ എങ്ങും ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇന്ന് ഒരുങ്ങുമ്പോൾ ഇതിടാന്ന്. ഞാൻ മറ്റേ കൺസീലർ എന്തായാലും ഉപയോഗിക്കത്തില്ല. അപ്പോൾ കൺസീലർ വെച്ചിട്ട് കുറിയും തൊട്ട് പിന്നെ കുങ്കുമവും ഇട്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സജഷൻ, എപ്പോഴും അങ്ങ് വായ ഉളുക്കുക ഗൈസ്. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറയുന്നോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന, ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല. എനിക്ക് മേക്കപ്പ് കറക്റ്റ് പ്രോപ്പർ വേ പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് യൂട്യൂബിൽ നോക്കിയാണ് എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്ക് മിസ്റ്റേക്കുകളൊക്കെ വരാം. അപ്പം നിങ്ങൾക്കത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളതെനിക്ക് പറഞ്ഞു തരണം. കാരണം നിങ്ങൾ കൂടുതൽ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ കളിയാക്കാതെ ഇതെനിക്ക് പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ എനിക്ക് എന്താണ് തെറ്റ് വന്നതെന്ന്. അപ്പം ഞാൻ ഒരുങ്ങിയതിലോ ഞാൻ ഇട്ട പ്രൊഡക്റ്റ് ഞാൻ ഇടുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉറപ്പായിട്ട് അത് തിരുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാം. കുറച്ച് എണ്ണമയം ഉണ്ട് കേട്ടോ മുടിക്ക്. ഞാൻ ഓപ്പൺ ഹെയർ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി ഹെയർ. അതെന്താ അങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എണ്ണ തേച്ചിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പൂ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ടും എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് അങ്ങ് ഓയിലി ആവുക. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നേരത്തെയും എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി തന്നെയായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ.